നമ്മൾ പണിയെടുത്ത ഒരു 11 മാസം നമ്മളിതിൽ വർക്ക് ചെയ്ത പൈസ നമ്മൾ അവരോട് ചോദിക്കുന്നത്. ആ ഒരു പൈസ അതിന് ശേഷം അവർക്ക് എന്താക്കാം, നമ്മളെ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് പിന്നെയും ഓക്കെ ശരിയെന്ന് വിചാരിക്കാം. കൊച്ചി അസ്ത്രമായി ടാൽറോപ്പ് കമ്പനിയിലേക്ക് പ്രതിഷേധവുമായി ജീവനക്കാർ എത്തുകയാണ്. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതിലാണ് വലിയ പ്രതിഷേധമുയരുന്നത്. 300ഓളം ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കാനുണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ടാൽറോപ്പ് എന്ന കമ്പനിയിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നോട്ടീസ് നൽകി എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ നീങ്ങിയിരിക്കുകയാണ്. പിരിച്ചുവിടുന്ന പറഞ്ഞ നോട്ടീസ് ആയിട്ടുണ്ട്. മീൻസ് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ എന്താക്കും, നിങ്ങൾ ഇതിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്ന് എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. പക്ഷേ അതിന് പുറമെ സാലറി എന്ന് പറയുന്ന സംഭവത്തിൽ വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത പൈസയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഇന്നത് വേണമെന്ന് ഒരിക്കലും അങ്ങനെ പറയല്ല. നമ്മൾ പണിയെടുത്ത ഒരു 11 മാസം നമ്മളിതിൽ വർക്ക് ചെയ്ത പൈസ നമ്മൾ അവരോട് ചോദിക്കുന്നത്. ആ ഒരു പൈസ അതിന് ശേഷം അവർക്ക് എന്താക്കാം, നമ്മളെ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് പിന്നെയും ഓക്കെ ശരിയെന്ന് വിചാരിക്കാം. പക്ഷേ ഇത്രയും കാലമായിട്ട് അവർ നമ്മൾ വർക്ക് ചെയ്ത പൈസയോ അല്ലെങ്കിൽ ഒരു കാര്യം എൻ്റെ പേഴ്സണലി പറയണമെങ്കിൽ 11 മാസം സാലറി പെൻഡിങ് ആണ്. ഇവിടെ മാക്സിമം 11 മാസം മുതൽ 6 മാസം മുതൽ 11 മാസം വരെ എല്ലാവർക്കും പെൻഡിങ് ആണ് ഇവിടെ സാലറി. അവർ ഇപ്പം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വാറണ്ടി ഇഷ്യൂ കൊണ്ടാണ് സാലറി പെൻഡിങ് തരാൻ പറ്റുന്നതെന്ന് അവർ പറഞ്ഞു. പിരിച്ചുവിടാന്നുള്ള കാരണം അവർ പറഞ്ഞത് AI-ന്റെ കാര്യം എന്നാണ് പറഞ്ഞത്. ദുബായിലെ വാറണ്ടി ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ ഫണ്ടും കാര്യങ്ങളും നടക്കാത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ജൂലൈ 2025 മുതൽ തന്നെ ഈ സാലറി ഇഷ്യൂസ് ഉള്ള പെൻഡിങ് ഉള്ള ആളുകളുണ്ട്. അവരടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാറണ്ടി ഇഷ്യൂ ആയതുകൊണ്ട് ഫണ്ട് വരാത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.